ഇത് എന്തിന്റെ മുട്ടയാണെന്നാണ് പറയേണ്ടത് കേട്ടോ. ആ മുട്ട ഞെക്കി ഞെക്കി പൊട്ടിക്കണ്ട. ഇത് എന്തിന്റെ മുട്ടയാണ്? എന്താടോ തേങ്ങ? തേങ്ങയല്ലത്. നിങ്ങളുടെ നാട്ടിലേക്ക് ഇത്രയും വലിയ തേങ്ങ? ആ ബ്ലൈൻഡ് തന്നെ അല്ലേ? എന്താ ഓസ്ട്രിച്ച്? എവിടെ ഓസ്ട്രിച്ചിന്റെ മുട്ടയൊന്നും കിട്ടൂല. സാധനം തണ്ണിമത്തനാണോ തേങ്ങയാണോ? തേങ്ങ ഇത്രയൊക്കെ സ്മൂത്ത് ആയിരിക്കോ തേങ്ങയുടെ ഇതൊക്കെ? ബ്ലങ്ങയാണോ? പറഞ്ഞാദ്യം എന്താ തണ്ണിമത്തൻ? അത്രേ ഉള്ളൂ. തണ്ണിമത്തൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല. എന്നിട്ട് ജ്യൂസ് വന്നിട്ട് കുടിച്ചില്ലായിരുന്നല്ലോ? കൊറേ കുടിച്ചല്ലോ. കൊറേ കുടിച്ചു കളഞ്ഞില്ല നമ്മള്. ചെറിയ ഒച്ച ഉണ്ടാക്കുക ഇത് ചിലപ്പോ മേടിക്കരുത്. കാര്യം ചോദിക്കട്ടെ, ഈ റെസ്റ്റോറന്റിന്റെ പച്ചക്കറി മുഴുവൻ ചോദിച്ചെടുത്തേക്കാണോ നിങ്ങള്? ചെറിയ രീതിയിൽ ഒച്ച ഉണ്ടാക്കുള്ളൂ. ഇത് മറ്റേ സാധനം അത് തന്നെ, മറ്റേ വാഴയുടെ അത് തന്നെ. അത് അതെ, ഇതിന്റെ അകത്തുള്ള പൂവൊക്കെ ഉള്ള സാധനം. സാധനത്തിന്റെ പേരുണ്ടോ? എന്താടോ പറയാന്? വാഴ അറിയില്ല. എന്താ പറയാ? എനിക്ക് മലയാളത്തിൽ എന്താ പറയാന്ന് അറിയില്ലേ. ഞങ്ങളിതിനെ കൊടപ്പൻ വിളിക്കും. നാട്ടിലെന്താ വിളിക്കാ? അങ്ങനെ തന്നെയല്ലേ? പൂവോ കൂമ്പോ? അതന്നെ കൂമ്പ്. അയ്യോ, ഇത് ചിലപ്പോ കടിച്ചു തിന്ന് നോക്കിയാലായിരിക്കും മനസ്സിലാവുക. അല്ലാതെ മനസ്സിലാവാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. ക്യാപ്സിക്കം. ഈ പച്ചക്കറി മാത്രം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തുടരേന് മുന്നേ മനസ്സിലാവും. വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇന്നലത്തെ വളരെ ഫ്രഷ് ആണ്, അതുകൊണ്ട് സൂക്ഷിക്കണേ. വല്ലപ്പോഴും ഒക്കെ കുറച്ച് നോൺ വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അത് നോണൊന്നല്ല. ഇത് ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാ. അയ്യേ ഇല്ല. ഹായ്, ക്ലൂ വേണോ? ഇതൊരു പച്ചക്കറിയാണ്. അത് ശരി. ഇത്ര നേരം ഇവിടെ അടുക്കളയിലുള്ള മൊത്തം പച്ചക്കറി വെച്ചിട്ട് പച്ചക്കറിയാണ്. ഇത് 2 എണ്ണം ഉണ്ട്, അതാണ് ക്ലൂ. അടിപൊളി. തണുപ്പ് ഫ്രിഡ്ജിൽ ഇരുന്നോണ്ടാ. തണുപ്പ് അതുമായിട്ട് ഒരു ബന്ധമില്ല. അത് തന്നെ ആ സാധനം. എന്താടോ ഇത്? ഉരുളക്കിഴങ്ങാണോ? കറക്റ്റ്. ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയുടെ മാവാണ് എനിക്കും തോന്നിയായിരുന്നു കേട്ടോ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പൊ വെക്കുന്ന സാധനത്തെ കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്. പിന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, പാവമാണ് കേട്ടോ. പതുക്കെ തൊടണം, പതുക്കെ. അത് തന്നെ, പതുക്കെ.